എൻ്റെ പേര് ജോഹറ, വെൽനസ് കോച്ചാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പ് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെള്ളം കുടിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലായിരിക്കുമല്ലേ നമ്മളെല്ലാവരും. വെള്ളത്തിന് പകരം ചായ, കോഫി, ജ്യൂസ് ഇതൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ കുടിക്കാൻ ശ്രദ്ധിക്കുന്നത്. പക്ഷേ വെള്ളത്തിന് പകരം വെള്ളം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കാം. വെള്ളം കറക്റ്റ് അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഫീൽ ചെയ്യും. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ, നമുക്ക് ക്ഷീണം, തളർച്ച, അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഇതെല്ലാം ഒരു പരിധി വരെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ശരീരത്തിലെ ഉള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം പുറന്തള്ളുന്നതിലും ശരീരത്തിലെ ഊഷ്മാവ് നിലനിർത്തുന്നത്, അതുപോലെ ശരീരത്തിലെ ബ്ലഡ് ഉൽപ്പാദനം കറക്റ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നതിനെല്ലാം വെള്ളം കുടിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാവും. അതുപോലെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സ്കിന്നിന് ഗ്ലോ വരുന്നതിന് വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ എല്ലാവരും വെയിലത്ത് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമുക്ക് വരുന്ന സ്കിന്നിൽ വരുന്ന കരുവാളിപ്പ്, അതുപോലെ സാഗിങ് ഇതെല്ലാം കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കിഡ്നിയുടെ ഫങ്ഷനിങ്, പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിൽ വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാകുമ്പം നമ്മൾ കിഡ്നിക്ക് വരുന്ന സ്റ്റോൺ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കുറവായിരിക്കും. അതുപോലെ ഇൻ്റർനാഷണൽ ജേർണലിംഗ് ആയ ന്യൂട്രീഷൻ ജേർണലിൽ ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മളെ മാനസിക സമ്മർദ്ദം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. നമ്മൾ സെമിനാർസ്, പ്രോജക്റ്റ്, അതുപോലെ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കൽ മാക്സിമം ഒഴിവാക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഔട്ട്പുട്ടായിട്ട് പോവാൻ മടി കാരണം. പക്ഷേ ആ ടൈമിൽ നമ്മൾ സിപ്പായിട്ട് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമ്മളെ മാനസിക പിരിമുറുക്കം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പോഷകാഹാരങ്ങളുണ്ടല്ലേ, ആ പോഷകാഹാരങ്ങൾ നമ്മളെ ബോഡിയിലെ എല്ലാ ഭാഗത്തും എത്തണമെങ്കിലും വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്ന മെയിനായിട്ടുള്ളൊരു ഡൗട്ടാണ് എക്സസൈസിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാവോ എന്നുള്ളത്. എക്സസൈസിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ അത്രയും ദാഹിക്കുന്നുണ്ട് എങ്കിൽ സിപ്പായിട്ട് 1-2 കവള വെള്ളം കുടിക്കുക. അല്ലാതെ ഒരു ഗ്ലാസ്സിലോ കപ്പിലോ ഉള്ള വെള്ളം കുടിക്കാൻ പാടില്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡിയിലെ പേശികളെല്ലാം വലിഞ്ഞു മുറിവിരിക്കുന്ന ടൈമായിരിക്കും. ആ ടൈമിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ബോഡി പെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് വെള്ളം എപ്പോഴും സിപ്പായിട്ട് മാത്രമേ വെള്ളം കുടിക്കാവൂ. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് വെള്ളം കുടിക്കുക. ശേഷം ഒരു റെസ്റ്റ് എടുത്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടും വെള്ളം കുടിക്കുക. അതിന് എല്ലാവർക്കും ഉള്ള വേറൊരു ഡൗട്ടാണ്, ചൂടുവെള്ളം കുടിക്കണോ പച്ചവെള്ളം കുടിക്കണോ എന്ന്. 2 വെള്ളവും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് പനി, ജലദോഷം, തൊണ്ടവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് കൂടുതലും ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത ടൈം മാക്സിമം ഫിൽറ്റേർഡ് വാട്ടർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല കാലാവസ്ഥ, നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും പുറത്തു പോകുന്ന ആൾക്കാരുമാണ്. അപ്പോൾ നന്നായിട്ട് വിയർക്കാൻ സാധ്യതയുണ്ട്. ആ വിയർക്കുന്ന ടൈമിൽ നമ്മളെ ബോഡിയിൽ നിന്ന് മിനറൽസ് നഷ്ടപ്പെടും. അതായത് സോഡിയം, പൊട്ടാസ്യം പോലുള്ള മിനറൽസ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് തിരിച്ച് കിട്ടുന്നത് നമ്മൾ ശുദ്ധമായ വെള്ളം കുടിക്കുന്നതിലൂടെയാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പുറത്തു പോകുന്ന ആൾക്കാർ ഒരു നേരമെങ്കിലും ഉപ്പടങ്ങിയ പാനീയങ്ങൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. അതായത് മോരും വെള്ളം, കഞ്ഞിവെള്ളം, അതുപോലെ ഇളനീർ ഇതെല്ലാം കുടിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും പോലെ തന്നെ വെള്ളം കുടിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, വെള്ളം കുടിക്കുന്നതിലൂടെ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങൾ തടയാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം കുടിക്കാൻ.